രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് 1 വയസ്സ്. ഉരുളെടുക്കാത്ത ഓർമ്മകളിലാണ് നാട്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ ഇപ്പോഴും ചില പരാതികൾ അവശേഷിക്കുന്നുണ്ട്. ഉപജീവനത്തിനായി അധികാരികൾക്ക് മുന്നിൽ പരാതികൾ നൽകി കാത്തിരിക്കുകയാണ് റാട്ടപ്പടി നിവാസികൾ. എസ് വിജയകുമാറാണ് തത്സമയം വിശദാംശങ്ങളുമായി ചേരുന്നത്. വിജയകുമാർ, 1 വർഷത്തിന് ശേഷം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നമുക്ക് ആ നടുക്കത്തിൽ നിന്നൊരു മോചനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഒട്ടേറെ ആളുകളെ, അന്ന് കണ്ട ആളുകളെയൊക്കെ വീണ്ടും വിജയകുമാറിന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചില പരാതികളൊക്കെ അവശേഷിക്കുന്നുണ്ട്. ഈ ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതായ ഇടത്തേക്ക് തിരികെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് എന്താണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്? എന്താണ് അനുജ, ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പരാതികൾ നിലനിൽക്കുന്ന ഒരു പ്രദേശത്താണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. റാട്ടപ്പാടി എന്ന് പറയും. ഈ റാട്ടപ്പാടിയിലെ പ്രശ്നം എന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു കല്ലാണ് പ്രശ്നം. ഈ കല്ല്, ഇത് മത്തായി കല്ല് എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇത്തരം കല്ല് ഇവിടെ ഈ ഈ ഈ പറയുന്ന ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പല മേഖലകളിലും ഈ മത്തായി കല്ലുണ്ട്. ഇത് സർക്കാർ നിയോഗിച്ച സമിതി, ജോൺ മത്തായി, അദ്ദേഹം ഈ വാസയോഗ്യമായതും വാസയോഗ്യമല്ലാത്തതുമായ പ്രദേശങ്ങളെ തിരിക്കാൻ ഉപയോഗിച്ച കല്ലാണ് ഈ മത്തായി കല്ല്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കല്ല് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നാട്ടുകാർ ഇതിന് മത്തായി കല്ലെന്ന് പറയുന്നത്. ഈ റാട്ടപ്പാടിയിലെ പ്രശ്നം നോക്കൂ. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഈ പറയുന്ന ഈ ഉരുൾപൊട്ടലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ കടന്നുപോയ വലിയ കുത്തൊഴുക്കോടെ വെള്ളം പാഞ്ഞൊഴുകിയ ഒരു പ്രദേശത്താണ്. അതിന്റെ ഏറ്റവും അടുത്താണ് ഈ റാട്ടപ്പാടി ഉള്ളത്. ഈ റാട്ടപ്പാടി വാസയോഗ്യമാണ് എന്നാണ് ജോൺ മത്തായി സമിതിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാം. ഇടിഞ്ഞു പൊളിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നിലപ്പതിക്കാതായ പാടികളാണ് ഇവിടെ ഉള്ളത് എന്നത് ഒരു വസ്തുത. ഇനി അതൊക്കെ നന്നാക്കിയെടുത്താലും ഇവിടെ ആൾതാമസം പറ്റുമെന്നാണ് ഈ ജോൺ മത്തായി കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് തൊട്ടപ്പുറത്തുള്ള ഒരു പാടിയുണ്ട് ഇതിനോട് ചേർന്ന്, പക്ഷെ അത് ഇതേപോലെ തന്നെയാണ്. അവിടെ വാസയോഗ്യമല്ല എന്നും പറയുന്നു. ഇത് വാസയോഗ്യമാണ് എന്നും അത് വാസയോഗ്യമല്ല എന്നും പറയുന്നു. ദൃശ്യങ്ങൾ ഇത് രണ്ടും നമുക്ക് കാണാം. ഇതിൽ അശാസ്ത്രീയതയാണ് നാട്ടുകാർ ചോദ്യം ചെയ്യുന്നത്. നോക്കൂ അനുജാബ്, ഇവിടെ ഈ ഉരുൾ കടന്നു പോയിരിക്കുന്ന വഴി ഈ പാടിയോട് ചേർന്നാണ്. ഇനിയിപ്പോൾ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്ന് ഈ സമിതി തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ ഇതിന് മുകളിലുണ്ട് താൻ. അപ്പോൾ ഇനിയെപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ഇവിടെ വെള്ളം വരില്ല എന്ന് എന്തടിസ്ഥാനത്തിലാണ് ജോൺ മത്തായി സമിതി കണ്ടെത്തിയതെന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. സുർജിത്ത് ഈ വിഷയം നേരത്തെ തന്നെ പൊതു ശ്രദ്ധയിൽ കൊണ്ടുവരികയും റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. സുർജിത്ത്, ഇതിന്റെ അശാസ്ത്രീയത നാട്ടുകാർ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്നത് അത് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അത് വസ്തുതാപരമാണല്ലോ ആ വിമർശനം, അല്ലേ? തീർച്ചയായും ഒറ്റനോട്ടത്തിൽ തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്ന ആക്ഷേപത്തിൽ സാങ്കത്യമുണ്ട് എന്നതിന്റെ തെളിവ്, നേരസാക്ഷ്യമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. കാരണം ഈ പുഴ എടുത്തു പോയ പ്രദേശമാണിത്. തൊട്ടപ്പുറത്ത് ഒരു തുരുത്ത് പോലെ കുറച്ച് വീടുകൾ അപകടമില്ലാത്ത വിധത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് ആ മേഖല, അതായത് ആ സ്കൂൾ റോഡാണ് അത്. രമേഷിന്റെ, നീതുവിന്റെ ഒക്കെ വീടുണ്ടായിരുന്ന ആ മേഖലയാണ് സ്കൂൾ റോഡ്. അതിന്റെ ഇടയിൽ, അതായത് ആ സ്കൂൾ റോഡിന്റെ അപ്പുറം പടവട്ടിക്കുന്നാണ്. അങ്ങനെ ആ ഒരു ഗ്യാപ്പ് മാത്രമാണ് അവിടെയുള്ളത്. അതിനുശേഷം പുഴ ഇവിടെ ഉരുൾ മാറി ഒഴുകിയ ആ ഒരു പ്രദേശം, ദിശ മാറി ഒഴുകിയ പ്രദേശം, അത് ഈ റാട്ടപ്പാടിയോട് തൊട്ട് ചേർന്നുള്ള പ്രദേശമാണ്. ഈ പുഴയിൽ നിന്ന് ഏതാണ്ട് 20 മീറ്റർ മാത്രം ദൂരമാണ് ഇവിടെ ഉള്ളത്. 20 മീറ്റർ മാത്രം ദൂരം ഉള്ളിടത്താണ് ഇപ്പോൾ കല്ല് കൊണ്ടുവന്ന് നാട്ടിയിരിക്കുന്നത്. എന്തായാലും അത് അശാസ്ത്രീയതയുണ്ട് എന്നുള്ളതാണ് ആളുകൾ ഉന്നയിക്കുന്ന ആക്ഷേപം. ഇത് അനുജ, അതാണ് ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ വീടുകൾ കാണാം. ഈ പാടി ഇതിനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നതും കാണാം. ഈ പാടിയും ഈ പറയുന്ന പാടിയുടെ പരിസരവും വാസയോഗ്യമാണ് എന്ന് സമിതി എങ്ങനെ ചൂണ്ടിക്കാട്ടുന്നു എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മാത്രമല്ല ഈ പല പ്രദേശങ്ങളിലും ഈ മത്തായിക്കല്ല് ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമാകുകയും ചെയ്യുന്നത്. ഈ മത്തായിക്കല്ല് ഇവിടെ മാത്രമല്ല, പല ഭാഗത്തും ഉണ്ട്. അപ്പോൾ ഈ കല്ലും ഈ പ്രദേശത്തെ ഈ പറയുന്ന ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കവും ഈ ഒന്നാം ദുരന്തത്തിന്റെ 1 വർഷം പിന്നിടുമ്പോൾ വലിയ ചർച്ചയാവുകയാണ്. ഇതിൽ ഒരു ഇടപെടൽ വേണം എന്ന നാട്ടുകാരുടെ ആവശ്യം വസ്തുതാപരവുമാണ് എന്നതിൽ തർക്കവുമില്ല. അനുജ, അതാണ് റാട്ടപ്പടി നിവാസികളുടെ പരാതി. ഒരു ഇടപെടൽ വേണം എന്നുള്ളത് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. എസ് വിജയകുമാറാണ് റാട്ടപ്പടിയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്.